വെൽക്കം ഡോക്ടർ പോൾ വി മാത്യു ദ ഹാബിറ്റ് ബിൽഡർ. ദാമൻ സഹരിദാസിൻ്റെ 30 ഡേയ്സ് പ്രൊഡക്ടിവിറ്റി പ്ലാൻസിനെ കുറിച്ചായിരുന്നു ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഏകദേശം 15 ഹാബിറ്റുകൾ പറഞ്ഞു. ഇനിയൊരു 5 ഹാബിറ്റുകൾ കൂടിയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ അവസാനം പറഞ്ഞു വെച്ചത് എന്താണ് ഓർഗനൈസ്ഡ് അല്ലാത്ത ലൈഫ്, ഇതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ബാക്കി കാര്യങ്ങൾ കൂടി പറയാം. 80% സമയവും നാം ചെയ്യുന്നത് എന്താണ്? 80-20 പ്രിൻസിപ്പിളിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരിക്കും. 80% സമയവും നാം ചെയ്യുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരിക്കാം. അല്ലെങ്കിൽ ആവശ്യമില്ല, നമ്മുടെ ജീവിതത്തിലെ എല്ലാ ചെയ്യുന്ന കാര്യങ്ങൾ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ 100 ലിസ്റ്റ് ഉണ്ടെങ്കിൽ 80% കാര്യങ്ങളും അത്ര പ്രധാനപ്പെട്ട കാര്യങ്ങളല്ലായിരിക്കാം. നാം ആ കാര്യങ്ങളായിരിക്കും നമ്മുടെ 80% സമയവും ചെയ്യുന്നത്. എന്നാൽ 20 കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കും. ആ 20 കാര്യങ്ങൾക്ക് വേണ്ടി 80% സമയവും സ്പെൻഡ് ചെയ്യാൻ സാധിക്കുമ്പോഴാണ് പ്രൊഡക്ടിവിറ്റി ഉണ്ടാകുന്നത്. വളരെ പ്രശസ്തമായിട്ടുള്ള, വളരെ അറിയപ്പെടുന്ന പ്രിൻസിപ്പിൾ തന്നെയാണ് 80-20 പ്രിൻസിപ്പിൾ. മെൽ റോബിൻസിനൊക്കെ ധാരാളം പുസ്തകങ്ങൾ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും. മറ്റു കാര്യമാണ് നോ ഗോൾസ്. ജീവിതത്തിൽ പ്രത്യേകിച്ച് ലക്ഷ്യവുമില്ലാതെ ജീവിക്കുകയാണ്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കുമെല്ലാം ഉള്ള കാര്യമാണ്. ഈവൻ മിഡ് ലൈഫ് ആയാൽ പോലും ആളുകൾ പരാജയപ്പെട്ട പോലെ ചിന്തിക്കുകയാണ്, ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളത്. നിങ്ങൾ മനസ്സിലാക്കി ഏത് പ്രായമാണെങ്കിലും തീർച്ചയായും ഒരു ഗോൾ വെച്ച് വർക്ക് ചെയ്താൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അത്ര കഠിനമായിട്ടുള്ള ഗോളൊന്നും വെക്കാതിരിക്കുക. നിങ്ങൾ കഴിയുമെങ്കിൽ ചെറിയ ഗോൾസ് സെറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക. ആ ചെറിയ ഗോൾസ് അച്ചീവ് ചെയ്ത് കഴിയുമ്പോഴാണ് വലിയ ഗോളിലേക്ക് പോകുന്നത്. പലരും പറയും, എൻ്റെ സാറേ ഞാൻ എന്ത് ചെയ്താലും പരാജയപ്പെടുകയാണെന്ന്. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി വിശകലനം ചെയ്യുക എന്താണ് സംഭവിക്കുന്നത്. എന്തായാലും ഒരു ലക്ഷ്യവുമില്ലാതെ യാത്ര ചെയ്താൽ എങ്ങും എത്തുവാൻ സാധിക്കില്ല, നിങ്ങൾക്ക് പ്രൊഡക്ടിവിറ്റി ഉണ്ടാകുകയില്ല. ഒരു നിമിഷം പോലും വെറുതെ നാം ലക്ഷ്യമില്ലാതെ പ്രവർത്തിക്കുന്നവരാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനെക്കുറിച്ച് മനസ്സിലാക്കുക, വിലയിരുത്തുക. ഒരു നിമിഷം നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കാം, ഇപ്പോൾ ഞാൻ എന്തിനു വേണ്ടിയാണ് പ്രയത്നിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന കാര്യം കൊണ്ട് 5 വർഷം കഴിയുമ്പോൾ എന്ത് നേട്ടമാണ് എൻ്റെ സാമ്പത്തികമായിട്ടോ സാമൂഹികമായിട്ടോ ഇൻ്റലക്ച്വൽ പരമായിട്ടോ ഉണ്ടാകുന്നത്. അങ്ങനെ ലക്ഷ്യം തീർച്ചയായും ഉണ്ടെങ്കിൽ മാത്രമേ, ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം ഗോൾസ് ഉണ്ടെങ്കിൽ മാത്രമേ വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. കുട്ടികൾക്കുൾപ്പെടെ ഇത് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് ഓർക്കുക. അടുത്ത കാര്യം സ്ട്രെസ്. എപ്പോഴും സ്ട്രെസ്സാണ്. ഓവർ തിങ്കിങ് ഉണ്ടാക്കുക, എന്തിനെക്കുറിച്ചും ആലോചിച്ചുകൊണ്ടിരിക്കുക, എന്തിനും ടെൻഷനും പരിഭവവും ആങ്സൈറ്റിയുമായി നാളെ എന്താകും, ജോലി പോകുമോ, അല്ലെങ്കിൽ നാളെ പണം ഇല്ലാതെയാകുമോ, അല്ലെങ്കിൽ എനിക്ക് കടമുണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്നുള്ള വിഷയത്തെക്കുറിച്ച് ആവലാതിപ്പെടുന്ന ആളുകൾ. ഈ പുസ്തകത്തിൽ വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് പണമില്ല എന്നുള്ള രീതിയിൽ സ്ട്രെസ്. പണമില്ലാത്തതുകൊണ്ട് സ്ട്രെസ്, അത് വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. ഒരു ഗുണവും ഉണ്ടാക്കില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ വലിയ ദോഷവും ഉണ്ടാക്കുന്ന കാര്യമാണ്. പണം ഉണ്ടാക്കാൻ എന്ത് ചെയ്യണമെന്നുള്ള രീതിയിലാണ് നാം കാര്യത്തെ കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടതെന്നുള്ളതാണ് അറിയേണ്ടത്. ഈ പുസ്തകത്തിൽ വളരെ എംഫസൈസ് ആയി പറയുന്ന ഒരു കാര്യമാണ്, ഒരുപക്ഷെ 21ാമത്തെ ഹാബിറ്റ് ആയിട്ട് പറയുന്ന കാര്യമാണ് നെഗറ്റീവ് തിങ്കിങ്. നെഗറ്റീവ് തിങ്കിങ് എന്ന് മാത്രമല്ല, നെഗറ്റീവായി ചിന്തിക്കുക, നെഗറ്റീവായ കാര്യങ്ങൾ സംസാരിക്കുക, നെഗറ്റീവായ ആളുകളുമായി കൂട്ടുകൂടുക, നമ്മെ നെഗറ്റീവായി ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകളുമായി സംസാരിക്കുക, സമയം ചെലവഴിക്കുക. അപ്പോൾ നെഗറ്റിവിറ്റി എന്നുള്ള ആസ്പെക്ട് എല്ലാ തരത്തിലും നമ്മുടെ ജീവിതത്തെ തകർത്ത് തരിപ്പണമാക്കുമെന്നുള്ളത് സംശയം വേണ്ട. നെഗറ്റിവിറ്റിയെ സമ്പൂർണ്ണമായി ഒഴിവാക്കുക. ടോക്സിക് എൻവയോൺമെൻറ്റ്, ടോക്സിക് ഹാബിറ്റ്സ്, ടോക്സിക് പീപ്പിൾ, ടോക്സിക് തിങ്കിങ്, ഒരു ദാക്ഷിണ്യവുമില്ലാതെ, ഒരു സംശയത്തിനും ഇടയില്ലാതെ നെഗറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടത് വിജയത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള പ്രിൻസിപ്പിളായി ഞാൻ നിങ്ങൾ ഈ സമയത്ത് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും, ഇതെല്ലാം ലോ ഓഫ് അട്രാക്ഷൻ നിയമങ്ങളെല്ലാം തട്ടിപ്പാണെന്ന് പറയുന്നത് ഉൾപ്പെടെ ചിന്തിക്കേണ്ട കാര്യമാണ്. അത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. അടുത്തത് 22ാമത്തെ കാര്യമാണ് വേക്കപ്പ് ലേറ്റ്. എന്നും വൈകി എഴുന്നേൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായും പ്രൊഡക്ടിവിറ്റി ഉണ്ടാകുകയില്ല. ഇതിനെ വെച്ച് പ്രത്യേകമായി വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയാത്തത്. നിങ്ങൾ വൈകിയാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ ദിവസം വൈകിക്കൊണ്ടിരിക്കും, നിങ്ങൾക്ക് ചെയ്യുന്ന കാര്യങ്ങൾ വൈകും, ഓഫീസിൽ ചെല്ലാൻ വൈകും, ഓഫീസിൽ നിന്ന് വരാൻ വൈകും, മൊത്തത്തിൽ താളം തെറ്റും. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് 5 AM ക്ലബ്ബ് പോലെയുള്ള ക്ലബ്ബുകളുടെ പാർട്ടായതുകൊണ്ട് തന്നെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ എഴുന്നേൽക്കാനായിട്ട് 5 മണിക്കെങ്കിലും എഴുന്നേൽക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അത് ശ്രമിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ശ്രമിച്ചു നോക്കുക, അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. ജീവിതത്തിൽ ഹ്യൂജ് ആയിട്ടുള്ള, മാസീവായിട്ടുള്ള ചേഞ്ച് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. 23ാമത്തെ കാര്യമാണ് ഓക്കെ വിത്ത് ബീയിങ് ആവറേജ് ഓർ മീഡിയോക്കർ. ഇങ്ങനെയൊക്കെ പോയാൽ മതി, ഒരു ആവറേജായി ജീവിച്ചാൽ മതി. എന്തിനാണ് പണം, എന്തിനാണ് വലിയ വിജയങ്ങൾ ഉണ്ടാക്കേണ്ടത്, എന്തിനാണ് അംബീഷ്യസ് ആകേണ്ടത്? എനിക്കതൊന്നും സാധിക്കുകയില്ല, എനിക്ക് ഇത്രയും പ്രായമായി, ഞാനൊരു പെണ്ണല്ലേ, ഞാൻ എൻ്റെ കൂട്ടുകാരുടെ അത്രയും സൗന്ദര്യമില്ല, ബുദ്ധിയില്ല, ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്നുള്ള ഫിക്സഡ് മൈൻഡ് സെറ്റ്,
അത് ഒരിക്കലും വിജയിക്കാൻ സാധിക്കില്ല. ഏത് സാഹചര്യമാണെങ്കിലും അതിൽ നിന്ന് അല്പമെങ്കിലും ഉയരണമെന്നുള്ള ആഗ്രഹം. ഞാൻ പറയുന്നത് എല്ലാ ഹാബിറ്റിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ടിങ് ആയിട്ടുള്ള എഫക്റ്റാണ്. ഒരു പെർസെൻറ്റേജ് എങ്കിലും എനിക്ക് ഇന്നത്തേക്കാൾ ഉയരണം അല്ലെങ്കിൽ വളരണം എന്നുള്ള ചിന്തയില്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല എന്ന് ഓർക്കുക. ഇനി 24ാമത്തെ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. 30 പ്രൊഡക്ടിവിറ്റി ഹാബിറ്റ്സ് ആണ് ഇതുള്ളത്. ഓരോ ദിവസവും ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും 30 ടിക്കറ്റ് നോക്കുക. ഇതിൽ ഏതൊക്കെയാണ് ഞാൻ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 30 ദിവസം കഴിയുമ്പോഴേക്കും ഈ 30 ഹാബിറ്റുകൾ നമുക്ക് ഉണ്ടാകണമെന്നുള്ളതാണ് അറിയുന്നത്. SJ സ്കോട്ടിൻ്റെ 127 ഹാബിറ്റ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു ഹാബിറ്റ് സ്റ്റാച്ചിങ്ങിൽ. ഇത് 30 പ്രൊഡക്ടിവിറ്റി ഹാബിറ്റ്സ് ആണ്. അപ്പോൾ 2 പുസ്തകം വായിക്കുക, വളരെ നല്ല അനുഭവമായിരിക്കും നൽകുന്നത്. 24ാമത്തെ ഹാബിറ്റാണ് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ. വിജയിക്കാൻ കഴിയാത്ത ആളുകൾക്കൊക്കെ ഉണ്ടാകുന്ന കാര്യമാണ് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ. ഇപ്പോൾ എന്ത് കിട്ടും, ഈ കാര്യം ചെയ്താൽ ഇപ്പോൾ എനിക്ക് സന്തോഷം കിട്ടുമോ, നാളത്തേക്ക് എനിക്ക് എന്തെങ്കിലും ഗുണം കിട്ടുമോ, അല്ലാതെ ഒരു 5 വർഷം കഴിയുമ്പോൾ ലോങ് ടൈമിൽ ഇന്ന് ഞാൻ ഈ പരീക്ഷ പാസ്സായാൽ 10 വർഷം കഴിയുമ്പോൾ എന്തായിരിക്കും എനിക്ക് ഗുണം, ഇന്ന് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ എനിക്ക് 10-20 വർഷം കഴിയുമ്പോൾ എന്തായിരിക്കും നേട്ടം, ഇന്ന് ഞാൻ ഈ നഷ്ടം സഹിച്ചാൽ എനിക്ക് നാളെ എന്തായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അതിന് പകരം നാം ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ, ഇന്ന് തന്നെ മിഠായി തിന്നു മധുരം കിട്ടി, അല്ലെങ്കിൽ ഒരു മോഷണം നടത്തി പൈസ ഉണ്ടാക്കി, അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയുന്ന പല ഹാബിറ്റ്സ്, മാസ്റ്റർബേഷൻ ഉൾപ്പെടെ, അഡൾട്ടറി ഉൾപ്പെടെ, സ്മോക്കിംഗ് ഉൾപ്പെടെ എല്ലാം താൽക്കാലിക സന്തോഷം കിട്ടുന്നുണ്ട്, കൂട്ടുകാർ സന്തോഷം പറയുന്നുണ്ട്, എല്ലാവരും കൈയടിക്കുന്നുണ്ട്. ഒട്ടുമിക്ക കുട്ടികൾക്ക് സംഭവിക്കുന്ന കാര്യമാണ്. ഈ സ്കൂളിലും കോളേജിലൊക്കെ പോകുമ്പോൾ അടിച്ച് പൊളിക്കുക, വില കൂടിയ ഫോൺ മേടിക്കുക, അല്ലെങ്കിൽ വില കൂടിയ വാഹനം മേടിക്കുക, അല്ലെങ്കിൽ കൂട്ടുകാരെയും അല്ലെങ്കിൽ ഗേൾഫ്രണ്ടിനെയും ബോയ്ഫ്രണ്ടിനെയും ഇംപ്രസ് ചെയ്യാനായിട്ട് പല കോപ്രായങ്ങൾ കാണിക്കുക. ശരിയാണ്, ഒരു ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ഉണ്ട്, ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്. പക്ഷേ ഒരു പ്രായം കഴിഞ്ഞ് വീണ്ടും നാം അത് തന്നെയാണ് നമ്മുടെ അവസ്ഥയെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. തീർച്ചയായും ചിന്തിക്കേണ്ട കാര്യം, ഓരോ കുട്ടികൾക്കും നാം ഈ കാര്യത്തെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമാണ്. സത്യത്തിൽ സംഭവിക്കുന്ന എല്ലാവരും ആ പ്രായത്തിൽ അത് രസമാണ്, എല്ലാവരും ശ്രദ്ധിക്കും, എല്ലാവരും എൻജോയ് ചെയ്യും, എല്ലാവരും കുഴപ്പമില്ല, അടിപൊളി, എനർജറ്റിക് ആണ്, ചുള്ളനാണ്, ചുള്ളത്തിയാണെന്നൊക്കെ പറയും. പക്ഷേ കുറച്ചൊന്ന് മുന്നോട്ട് പോയി കഴിയുമ്പോൾ നാം ആ നിലയത്തിൽ നിൽക്കുന്നു, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നില്ല. സോഷ്യൽ സ്റ്റാറ്റസോ എക്കണോമിക് സ്റ്റാറ്റസോ ഫിനാൻഷ്യൽ സ്റ്റാറ്റസോ ഒന്നും മാറാത്ത അവസ്ഥ വരുന്നു. അപ്പോൾ നാം ഈ ചെയ്യുന്നതിനെല്ലാം ആളുകൾ വെറും കോപ്രായമായി മാത്രം നമ്മെ കളിയാക്കുകയും അവഹേളിക്കുകയുമാണ് ചെയ്യുന്നത്. ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുന്ന കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ലോങ് ടൈമിൽ എന്ത് റിസൾട്ട് ഉണ്ടാക്കുമെന്ന് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് പല അപകടങ്ങളും ഒഴിവാക്കുവാൻ സാധിക്കും. ഉപദേശിക്കുന്നത് ആർക്കും ഇഷ്ടമല്ല എന്നറിയാമെങ്കിലും ഈ കാര്യങ്ങൾ നേരത്തെ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കും. ഞാൻ പറഞ്ഞല്ലോ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ആറ്റോമിക് ഹാബിറ്റ്സും ആൽകെമിസ്റ്റ് പോലുള്ള പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ചാറ്റ് GPT കുറിച്ചും AI കുറിച്ചും ബാഡിനെ കുറിച്ചും റോബോട്ടിക്സിനെ കുറിച്ചും IoT കുറിച്ചും എല്ലാം സംസാരിക്കുന്ന 5ാം ക്ലാസ്സുകാരൻ. ഇപ്പോൾ PhD കഴിഞ്ഞിട്ടും ഗവൺമെൻറ് ജോലി കിട്ടിയിട്ടും വലിയ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഇപ്പോഴും ചാറ്റ് GPT എന്താണെന്നോ, അല്ലെങ്കിൽ ബാഡ് എന്താണെന്നോ, AI എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നോ, റോബോട്ടിക്സിൻ്റെ നേട്ടം എന്താണെന്നോ, ബിറ്റ്കോയിനും ക്രിപ്റ്റോ കറൻസി എന്താണെന്നോ ഇതൊന്നും അറിയാത്ത ആളുകളെ നാം ജീവിക്കുന്നുവെങ്കിൽ നാം എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാക്കുക. നമ്മുടെ കുട്ടികൾക്കുൾപ്പെടെ ഇത് അറിയാമോ എന്ന് നാം മനസ്സിലാക്കി നോക്കുക. സത്യത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ നാട്ടിൽ ഒരു സർവേ നടത്തുകയുണ്ടായി. എല്ലാ ന്യൂസ് പേപ്പർ വിൽക്കുന്ന ആളോട് ഞാൻ ചോദിച്ചു, എത്ര ശതമാനമാണ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന്. വെറും 2% ആളുകൾ മാത്രമാണ്, 2% മാത്രമാണ് ന്യൂസ് പേപ്പർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. കേവലം 10% താഴെ ആളുകൾ മാത്രമേ പേപ്പർ തന്നെ വരുത്തുന്നുള്ളൂ. 2% ആളുകൾ, ആ പേപ്പറിൽ തന്നെ 2% ആളുകൾ മാത്രമാണ് ഇംഗ്ലീഷ് പേപ്പർ വരുത്തുന്നുള്ളൂ. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ സമൂഹം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇത്തരം ഹാബിറ്റുകൾ ചെറുപ്പം മുതലേ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ. ചെറുപ്പത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതിന് മടി കാണിക്കേണ്ട. ഇൻവെസ്റ്റ് ചെയ്താൽ തീർച്ചയായും റിട്ടേൺ ഉണ്ടാകും. വൈസായി ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ഹാബിറ്റിലും എഡ്യൂക്കേഷനിലും സ്കില്ലിലും പ്രൊഡക്ടിവിറ്റിയിലും ഈ പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെയും ഈ വീഡിയോകൾ കേൾക്കുന്നതിലൂടെയും ഒരു ട്രമൻഡസ് ആയ ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാകുവാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.